എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസഫ്, മുട്ടിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ടീച്ചറാണ്. ഞാൻ സർവീസിലുള്ള സമയത്ത് തന്നെ സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് വർക്ക് ചെയ്ത സ്കൂളിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ നല്ല മനുഷ്യർ കൂടി ആരംഭിച്ച ഒരവസ്ഥ നേരിൽ കണ്ടിരുന്നു. അപ്പോൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഏതാണ്ട് റിട്ടയർമെൻറ്റ് ആകുന്ന സമയത്തേക്ക് എനിക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തിക്കാനൊരു മേഖല ആയിട്ട് ഞാൻ അന്ന് തന്നെ ഇത് മനസ്സിൽ വിഭാവനം ചെയ്തിരുന്നു. അത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നു. വളരെയധികം സന്തോഷം തോന്നി. ഒന്നാമത് അസ്കറിനെ പോലെയുള്ള ഞാൻ പഠിപ്പിച്ച എൻ്റെ പ്രിയ ശിഷ്യരായിരുന്നു അതിലെ വോളണ്ടിയേഴ്സിൽ കൂടുതലും. അപ്പോൾ തന്നെ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ സേവനം ചെയ്യാൻ വളരെയധികം ഒരു മാനസിക സംതൃപ്തി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ഇന്ന് വരെ ഈ സ്പർശത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നു. സ്പർശം ചെയ്യുന്നത് ഏതാണ്ട് 301ഓളം രോഗികൾ, ഇപ്പോൾ നിലവിൽ 301 രോഗികൾ ഇപ്പോൾ സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നുണ്ട്. അവരുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട പരിചരണം നൽകുന്നു. ട്രെയിൻഡ് നേഴ്സിൻ്റെ നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് ആഴ്ചയിൽ 4 ദിവസം ഈ രോഗികളുടെ വീട്ടിൽ പോകുന്നു. അവർക്ക് വേണ്ട പരിചരണങ്ങൾ നൽകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദ്യകാലത്ത് ഈ രോഗികളെടുത്ത് പോകുന്ന സമയത്ത് പലതരത്തിലുള്ള രോഗികളുണ്ട്. രോഗികളെടുത്ത് പോകുന്ന സമയത്ത് ശരിക്കും ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പോകുന്ന സമയത്ത് അതിൻ്റെ ഫസ്റ്റ് വീക്കിൽ ഹോം കെയറിന് പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു വളരെ വേദനാജനകമായ അനുഭവമാണ് ഉണ്ടായത്. 4ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഈ കാരാപ്പുഴ പ്രോജക്റ്റിൻ്റെ സൈഡിൽ കൂടി നേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പോകുന്തോറും വഴി ഇടുങ്ങിയതാകുന്നു. പിന്നെ തീരെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി അവിടെ ഒരു ഷീറ്റിട്ട ഒരു വീട്. ഇപ്പം നേഴ്സ് പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല. ആ ഷീറ്റിട്ട വീട്ടിലേക്ക് പോയി അതിങ്ങനെ ഓടാമ്പൽ പുറത്തുനിന്ന് ഇട്ടിട്ടുണ്ട്. കോളിംഗ് ബെല്ലില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ വീട്ടിൽ പോകുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിൽ പ്രവേശിക്കുക. വീട്ടുകാർ തുറന്നിട്ടാണ് വീട്ടിൽ പ്രവേശിക്കുക. ഇത് നേഴ്സ് തന്നെ, സിസ്റ്റർ തന്നെ ഓടാമ്പൽ പുറത്തുനിന്ന് കുറ്റിയിട്ടിരുന്ന ഓടാമ്പൽ തുറന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ച ശരിക്ക് ഹൃദയസ്പർശിയായിരുന്നു. ഒരു പ്രായമായ അമ്മച്ചി യൂറിൻ ട്യൂബും ഒക്കെ ഇട്ട് നിശ്ചലമായിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചലനം മാത്രമേ ഉള്ളൂ, മുകളിലോട്ട് ആ ഷീറ്റിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കി കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നേഴ്സിന് കണ്ടപ്പോഴത്തേക്കും അവർക്കുണ്ടായ ഒരു സന്തോഷം. അപ്പം അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, ഈ അമ്മച്ചി എന്താ ഒറ്റയ്ക്കെന്ന്. അപ്പോഴാണ് നേഴ്സ് പറയുന്നത്, ഈ അമ്മച്ചിക്ക് ഒരു മോനാണുള്ളത്. മോൻ വിവാഹം കഴിച്ച് അവർക്ക് മക്കളുണ്ട്. അവരൊക്കെ സ്കൂളിൽ പോയി. ജീവിക്കാനൊരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് പശുവൊക്കെ ഉണ്ട്. അപ്പം അവരുടെ ആ പ്രതികൂല ജീവിത സാഹചര്യം കാരണം ഈ അമ്മച്ചിയെ ആ വീട്ടിലിട്ടിട്ട് അവർ പുല്ല് വെട്ടാൻ പോയതാണ്. കുറച്ച് ദൂരെ പോകണം. അവർ പുല്ല് വെട്ടാൻ പോയതാണ്. കാരണം അവർക്ക് അത് ചെയ്യാതെ അവരുടെ ഉപജീവന മാർഗം നടക്കുകയില്ല. അതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തിരിച്ചറിവുണ്ടായി, നമ്മളൊക്കെ എവിടെയാണെന്ന്. നമ്മൾക്കെപ്പോഴും ഇല്ലായ്മയാണ്, എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ഒരു അനുഭവം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അപ്പം അതിനുശേഷം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, രോഗി സന്ദർശനം പോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അത് ഇന്നും എന്തായാലും ദൈവം സഹായിച്ച് അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾ 4th സ്റ്റേജ് കഴിഞ്ഞ ധാരാളം ക്യാൻസർ രോഗികൾ
അടുത്ത് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെപ്പറ്റി എന്താ പറയുകയെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം അത്രയധികം വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾ അതേപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തതാണ് ഈ ഡയാലിസിസിന് ആവശ്യമായി വരുന്ന പേഷ്യൻസ്. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് അദ്ദേഹം ഏതാണ്ട് ഇപ്പോഴും ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റാണ്. സുഹൃത്താണ്, നല്ല സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു രോഗം വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം വിഫലമായി. 4 പെൺമക്കളാണ്. അവരെ എങ്ങനെയൊക്കെയോ മറ്റുള്ളവരുടെ സഹായത്തോടെ വിവാഹം കഴിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ വരുന്നത് ഇവരെങ്ങനെ സാമ്പത്തിക സഹായം നൽകാമെന്നാണ്. നമുക്ക് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി സാമ്പത്തിക സഹായമൊക്കെ ആകുന്ന പോലെ ചെയ്തു. ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, ഇപ്പോൾ തിങ്കളാഴ്ച ഡയാലിസിസിന് പോകുന്നു, തിങ്കളാഴ്ച വൈകുന്നേരം കഴിയും ഈ ഡയാലിസിസ് പൂർണ്ണമാകാൻ. അത് കഴിഞ്ഞ് രാത്രിയാകും വീട്ടിലെത്തുമ്പോൾ. ആ രാത്രി മുഴുവൻ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണുള്ളത്. ഏതാണ്ട് ചൊവ്വാഴ്ച ഉച്ച ആകുമ്പോഴത്തേക്കാണ് ബോഡി ഒരു സാധാരണ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി കിടന്നുറങ്ങുന്നു, കുറച്ച് സമയം ഉറങ്ങുന്നു, ബുധനാഴ്ച വീണ്ടും ഡയാലിസിസിന് പോകും. ഇതൊക്കെയാണ് ഇതെല്ലാം കാണുന്നത്. ഇവരൊരു ഡയാലിസിസ് പേഷ്യൻ്റ് അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവരനുഭവിക്കുന്ന വേദനകൾ, ഇവരനുഭവിക്കുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇവരുടെ മുന്നിൽ ഒരുമിച്ച് വരുന്ന സമയത്ത് അവരനുഭവിക്കുന്ന വേദനയിൽ നമ്മളൊരു സഹായമാകാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പുണ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പർശത്തിൻ്റെ ഇപ്പോൾ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് കെയർ ഹോമാണ്. ഏതാണ്ട് 10,000 സ്ക്വയർ ഫീറ്റിൽ ഉള്ള ഒരു സ്ഥാപനം എന്ന് പറയാൻ പറ്റില്ല, ബിൽഡിങ് ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 4 സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവസാന കാലത്ത്, അതായത് 4 സ്റ്റേജ് കഴിഞ്ഞാൽ ഒരിക്കലും ഹോസ്പിറ്റൽ അതോറിറ്റീസ് ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത തന്നെ അവർ വീട്ടിലേക്ക് പോയിക്കൊള്ളാനാണ് പറയും. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഹോസ്പിറ്റൽസ് ഇവരവിടെ സംരക്ഷിക്കും. പക്ഷെ അതിന് ഭാരിച്ച സാമ്പത്തിക ചെലവ് വരും, സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റൽസിൽ നിന്ന് ഒഴിവാക്കുന്ന രോഗികളെ തികച്ചും സൗജന്യമായിട്ട് ഈ കെയർ ഹോമിൽ അവരുടെ ജീവിതാന്ത്യം വരെ നല്ല രീതിയിൽ ഹൈടെക് ഫെസിലിറ്റീസോട് കൂടി അവരെ സംരക്ഷിച്ച് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മതാചാര പ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്ത് അവരുടെ ബോഡി വീട്ടിലെത്തിക്കുന്ന, സ്പർശത്തിൻ്റെ ആംബുലൻസിൽ വീട്ടിൽ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കെയർ ഹോമിൽ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സ്വപ്നമാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ തീവ്ര പരിശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പം അതിന് എന്തായാലും എല്ലാവരുടെയും സഹായമുണ്ട്. ഒരു വരുമാനവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് 23 സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങുകയും ആ സ്ഥലത്ത് ഏതാണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ, ഈ കെയർ ഹോം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം 3-ാം നിലയുടെ കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിന് ധാരാളം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. അതേപോലെ സ്പർശം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഏതാണ്ട് 2 ലക്ഷത്തോളം രൂപ ഒരു മാസം ആവശ്യമുണ്ട്. അതും ഒരു വരുമാനമില്ലാത്ത രീതിയിൽ ഈ നാട്ടുകാരുടെയും നല്ല ആൾക്കാരുടെയും വിദേശത്തുള്ള പ്രവാസികളുടെയും എന്ന് വേണ്ട എല്ലാ വ്യക്തികളുടെയും സഹായം ഇന്നും കിട്ടുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. സ്പർശത്തിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിൽ ഇവർക്കെല്ലാവർക്കും നന്ദി പറയാനൊരു അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. എല്ലാവർക്കും ഒരു നയാ പൈസ തന്ന ആൾക്കാർ മുതൽ ഇതിന് വേണ്ടിയിട്ട് റൂം സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ തന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാനുള്ളൊരു അവസരമായിട്ട് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സ്പർശത്തിന് സഹായം ഇനി
ഇനിയാണ് കൂടുതൽ ആവശ്യമായി വരുന്നത്. കാരണം ബിൽഡിങ് ഏതായാലും നിർമ്മിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ റണ്ണിങ് കോസ്റ്റ് വലിയൊരു ഭീഷണിയാണ്. കാരണം ഇതെങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ആശങ്ക എന്തായാലും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ആ ഒരു ആവേശം ഉള്ളതുകൊണ്ട് അതും നടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്, നാട്ടുകാർ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്.